ഇന്ത്യൻ ആർമി അടുത്ത സമയത്ത് പാകിസ്ഥാന് ഒരു വലിയ പ്രഹരം കൊടുത്തു എന്ന് പറഞ്ഞു. ശരിയാണ്. കാരണം പാകിസ്ഥാൻ്റെ പല ഓപ്പറേഷനുകളും ഇതോടെ നിലച്ചു പോകും. അതായത് ഇന്ത്യയിൽ നുഴഞ്ഞു കയറി നടത്തുന്ന ഓപ്പറേഷനുകൾക്ക് വലിയ തിരിച്ചടി. ഈ സിനു GPS കേട്ടുണ്ടോ? എന്താ GPS? ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. എന്താ നമ്മൾ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങൾ വരെ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കും. GPS ഇട്ട് പോകുമ്പോൾ ചില ആളുകൾ വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട് രാത്രിയിലൊക്കെ ഉണ്ടത്. അല്ലേ? ആലപ്പുഴയിൽ നിന്ന് പോയ കുറച്ച് ഡോക്ടർമാർ ഈ പറവൂർ, എറണാകുളം ജില്ലയിൽ പറവൂര് പോയി വണ്ടി ഓടിപ്പോയി കായലിൽ ചടി ഒരാൾ മരിക്കുകയൊക്കെ. അതെ അതെ അതെ. അപ്പോൾ GPS ചിലപ്പോൾ പണി തരാറുണ്ട്. അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. GPS ചില വഴി കാണിക്കും. ആ വഴിയിൽ തടസ്സങ്ങളുണ്ടായി, അവിടെ പോകുന്ന വഴിക്ക് വഴിയിൽ ഒരു തോടുണ്ടായി പോയാൽ GPS എന്ത് ചെയ്യാനാ? അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ എളുപ്പമുള്ള വഴി ചോദിക്കുമ്പോഴത്തേക്ക് GPS ഒരു എളുപ്പ വഴി കാണിക്കും. എൻ്റെ ഒരു സുഹൃത്തിന് പറ്റി, പുള്ളിയുടെ വണ്ടി MG ഹെക്ടറാണ്. പുള്ളി എളുപ്പമുള്ള വഴി കൂടെ കയറിപ്പോയപ്പോൾ ഈ വണ്ടി നീങ്ങത്തില്ല, വണ്ടി അവിടെ ജാമായി പോകുന്ന അവസ്ഥയായി. പിന്നീട് 1 കിലോമീറ്ററോളം ഇദ്ദേഹം ആ ഭീമാകാരമായ വണ്ടി റിവേഴ്സ് എടുത്താൽ പോയത്. കാരണം ചെല്ലും തോറും വഴി ഇടുങ്ങി GPS അറിയത്തില്ലല്ലോ നമ്മൾ പോകുന്ന ഓൾട്ടോയിലാണോ കാറിലാണെന്നേ അറിയാവുള്ളൂ. അത് വലിയ വണ്ടിയാണോ, ഈ ഹെക്ടർ പോലെയുള്ള വലിയ വണ്ടികൾക്ക് കടന്നു പോകാൻ പറ്റാത്തതാണെന്ന് GPS അറിയില്ല. പുള്ളി അവിടെ ജാമായി പോയത്, പുള്ളി റിവേഴ്സ് എടുത്താൽ രക്ഷപ്പെട്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ GPS-നും തെറ്റുപറ്റും. പക്ഷേ GPS പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ GPS-ന് ഭൂമിയിലെ എല്ലാ സ്ഥലവും അറിയാം. GPS പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളും എല്ലാ ഊടുവഴിയിലും എല്ലാം അറിയാം. ആ ടെറൈൻ മുഴുവൻ അറിയാവുന്ന ഒരാൾ. അങ്ങനത്തെ ഒരാളെ സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് ബാഹുഖാൻ. ബാഹുഖാൻ എന്ന് പറയുന്ന ആൾ കാശ്മീരിലാണ്. കാശ്മീരിലെ എല്ലാ മുക്കും മൂലയും, എല്ലാ കൊല്ലികളും, എല്ലാ പർവ്വതങ്ങളും, എല്ലാ ഊടുവഴികളും, എല്ലാ വനപാതകളും ബാഹുഖാൻ അറിയാം. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയാണെങ്കിൽ നമ്മുടെ സൈന്യത്തിനൊക്കെ വലിയ ഗുണമായിരിക്കും. പക്ഷേ ബാഹുഖാൻ പാകിസ്ഥാൻ്റെ ആളായിരുന്നു. ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കിട്ടിയ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പാകിസ്ഥാൻ ഇയാളെ വിളിക്കുന്നത് ഹ്യൂമൻ GPS എന്നാണ്. ഇയാൾ 100 തവണ പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരന്മാരെ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നാണ് സൈന്യത്തിന് കണക്ക്. 100 തവണ 100 ഗ്രൂപ്പുകളെ കൊണ്ടുവന്നു. അതിൽ 2 പേർ, ഒരാളുള്ളവരുണ്ടാവും, 2 പേരുള്ളവരായിരിക്കാം, സംഘങ്ങളായി വന്നവരുള്ള 100 ടീമുകളെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നു? കാശ്മീരിൽ കൊണ്ടുവന്നു. എന്തിനാണ്? ടൂറിസത്തിനൊന്നുമില്ല. പഹൽഗാം പോലെയുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ, നിരപരാധികളെ കൊല്ലാൻ, എത്രയോ കൂട്ടക്കൊലകളാണ്. ഇതിനൊക്കെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യം പരിശീലനം കൊടുത്ത ആളാണ് ബാഹുഖാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമി ISI അയാളെ വിളിക്കുന്ന പേര് ഹ്യൂമൻ GPS. ഭീകരവാദികളെ പരിശീലനം കൊടുത്ത് ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് പറയും, ധൈര്യമായിട്ട് വെക്കോ, അവിടെ നമ്മുടെ ഹ്യൂമൻ GPS ഉണ്ട്. ആ ഹ്യൂമൻ GPS-ൻ്റെ കയ്യിലെത്തിയാൽ അയാൾ ഈ ഭീകരന്മാരെ അതിർത്തി കടന്ന് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ആരും കാണാത്ത ഒളിയിടങ്ങളിൽ പാർപ്പിച്ച് അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് നശിപ്പിക്കേണ്ടുന്ന ഇന്ത്യക്കാരൻ്റെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് അതിനെല്ലാം എല്ലാ ഒത്താശയും ചെയ്തിട്ട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് കടത്തി കൊടുക്കും. വലിയ ടാർഗറ്റ്. പാകിസ്ഥാൻ ISIയുടെ ഏറ്റവും വലിയ അസറ്റുകളിലൊന്നാണ് ബാഹുഖാൻ. ബാഹുഖാൻ ഇപ്പോൾ എവിടെയാണെന്നറിയാം? ഹൂറികളുമായിട്ട് ഇങ്ങനെ ആനന്ദനൃത്തം നടത്തിക്കിട്ടും. മധ്യപ്പുഴയിൽ നീന്തി 72 ഹൂറികളുമായിട്ട് ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പട്ടാളം വെടിവെച്ചു വന്നു. അത് ശരി. നൗഷേര നർ ഭാഗത്ത് ഒരു അസ്വാഭാവികമായ ചലനം കണ്ടു ഇന്ത്യൻ സേന. അപ്പോൾ പട്ടാളം വളഞ്ഞപ്പോൾ ഇവർ വെടിവെച്ചപ്പോൾ 2 പേരും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ബാഹുഖാനാണ്. ഇന്ത്യൻ ആർമി വർഷങ്ങളായി, കഴിഞ്ഞ 10 വർഷമായി പിടിക്കാൻ വേണ്ടി കാത്തിരുന്ന പാകിസ്ഥാൻ്റെ ഹ്യൂമൻ GPS-നെയാണ് ഇന്ത്യൻ ആർമിക്ക് കിട്ടിയത്. എനിക്കത് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യാനുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള അച്ചീവ്മെൻ്റാണ് ഇന്ത്യൻ പട്ടാളം നേടിയത്. ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട മറ്റേ ആൾ തിരിച്ചറിഞ്ഞിട്ടില്ല, പാകിസ്ഥാനിയാണ്. അങ്ങനെ ഒരു പാകിസ്ഥാനിയെ പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയ പാകിസ്ഥാൻ ഈ ഹ്യൂമൻ GPS ആയിട്ട് ഉപയോഗിക്കുന്ന ബാഹുഖാനെയും ഇന്ത്യൻ ആർമി തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ പ്രേക്ഷകരോട് പറയാമെന്ന് വെച്ചത്. കാരണം അത് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്കപ്പുറത്ത് ഭീകരന്മാർക്ക് ഇവിടെ വന്ന് നിർബാധം അവരുടെ പ്ലാൻ നടപ്പാക്കി എക്സിക്യൂട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരാളെയാണ്
ഉന്മൂലനം ചെയ്യും. ഇയാളുടെ കഥയൊന്നും അറിയണം. ഇയാൾ വടക്കൻ കാശ്മീരിലെ ബന്ദിപ്പോർ സ്വദേശിയാണ്. 1995 ഇയാൾ നേരെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയി, POKയിലേക്ക് പോയി. POKയിൽ പോയിട്ട് അവിടെ ആ സൈന്യം ഇയാൾക്ക് ആയുധ പരിശീലനം കൊടുത്തു. ഹിസ്ബുൾ മുജാഹിദിലാണ് ആദ്യം പ്രവർത്തിച്ചത്. ഹിസ്ബുൾ മുജാഹിദിൽ പ്രവർത്തിച്ച് കുറേ ഭീകരവാദ പ്രവർത്തനമൊക്കെ നടത്തി. ഇയാളുടെ അസാമാന്യമായ ഒരു കഴിവെന്ന് പറഞ്ഞാൽ എത്ര ശ്രമകരമായ മലയും കയറും, എത്ര വലിയ കൊക്കയിലും ഇറങ്ങും. അവിടെ നിന്ന് നമുക്കൊക്കെ നോക്കിയാൽ ഭയമാവുന്ന കൊല്ലുകളിലൂടെയൊക്കെ ഇയാൾ ഉടുമ്പിനെ പോലെ ഇറങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുള്ള ശേഷിയുള്ള ഒരാളാണ് ഇയാൾ. ഈ മനുഷ്യനാണെങ്കിലും ചില മൃഗങ്ങളുടെ സ്വഭാവമുള്ള ആൾ. മൃഗീയതയാണല്ലോ ഭീകരവാദം എന്ന് പറയുന്നത്. ആ മൃഗത്തിൻ്റെ അല്ല, മനുഷ്യനെ കൊല്ലുന്ന മൃഗീയ മനസ്സല്ല. ചില ഉടുമ്പിനെ പോലെയൊക്കെ ഉള്ള ചില ജീവികൾക്കുള്ള എവിടെ വേണമെങ്കിലും കയറാം, ഏത് ആഴത്തിലേക്കും ഇറങ്ങാം എന്നൊക്കെ പറ്റുക. കാരണം സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം. അപ്പോൾ ഏറ്റവും ചെങ്കുത്തായ മലയിടുക്കുകൾ വഴി ഏറ്റവും അഗാധമായ കൊക്കകളിലിറങ്ങി അവിടുന്ന് കയറിയൊക്കെ വന്ന് വേണം നുഴഞ്ഞുകയറ്റം നടത്താൻ. അതിനു വേണ്ടിയിട്ട് ബാക്കി അത്തരം പാതകളൊക്കെ കൃത്യമായി ഈ ബാഗുഖാൻ അറിയാം. അതുകൊണ്ടാണ് ഇയാൾ മുജാഹിദിൻ ഹിസ്ബുൾ മുജാഹിദിനിൽ ചേർന്നതിന് ശേഷം അവിടുന്ന് പടങ്ങി വേറെ ഗ്രൂപ്പിൽ ചേർന്നു. അങ്ങനെ പല പല ഗ്രൂപ്പുകളിൽ ചേർന്നെങ്കിലും ഈ ഗ്രൂപ്പുകൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് വിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് പോയാൽ സാധാരണ മറ്റൊരു തട്ടിക്കളയും. ഇയാളെ കൊല്ലത്തില്ല. കാരണം അറിയോ, എല്ലാവർക്കും ഇയാൾ ഗ്രൂപ്പ് മാറിയെങ്കിലും നിർണായക ഘട്ടത്തിൽ ഒരു ആവശ്യം വന്നാൽ ഇയാൾ അവരെല്ലാം സഹായിക്കും. കാരണം അയാൾ കരതലാമലകം എന്ന് പറയുന്ന ഉള്ളം കൈയിലെ രേഖ പോലെയാണ് കാശ്മീർ. കാശ്മീരിലെ ഈ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നുഴഞ്ഞുകയറ്റത്തിന് അനുയോജ്യമായ മേഖലകളൊക്കെ ബാഗുഖാന് ഹൃദിസ്ഥമാണ്. അങ്ങനെ ഇയാൾ നിരന്തരം പരിശീലനം കിട്ടി. പാകിസ്ഥാൻ സൈന്യവും ISIയും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന അവരുടെ ഒരു സ്പൈ, ഒരു അസറ്റായിരുന്നു ബാഗുഖാൻ. കാരണം അയാൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇയാളുടെ കുടുംബം ഈ ബന്ദിപ്പോരയിലുള്ള ഇയാളുടെ കുടുംബം വല്ലാത്ത സമ്പന്നതയിലാണ്. വളരെ സാധാരണ തരത്തിൽ ജീവിതം ആരംഭിച്ച ശേഷം ഇയാൾ 95 മുതൽ ഇയാൾ അബ്സ്കോണ്ടിക്കാണ്. ഇയാളെ കാണാനില്ല, പട്ടാളം തെരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നോക്കുമ്പോൾ ഇയാളുടെ വീട്ടുകാരൊക്കെ വളരെ പെട്ടെന്ന് സമ്പന്നരായി മാറുന്നു. അങ്ങനെ അവർക്ക് ജോലിയൊക്കെ ഇതൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല, ഇയാൾക്ക് കിട്ടുന്ന പണം ഇയാളുടെ വീട്ടുകാർക്ക് കിട്ടുന്നുണ്ട്. സാധാരണ സൈന്യമൊക്കെ ചെയ്യുന്ന ഈ ഭീകരവാദികളുടെ കുടുംബം അവരുടെ വീടുമൊക്കെ തകർക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഭീകരപ്രവർത്തനം വഴി പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയ പണമാണെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ അസറ്റുകൾ നശിപ്പിച്ച് കളയുക എന്നൊരു നിലപാട് മുമ്പ് കാശ്മീരിൽ സൈന്യം ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ട് ചെയ്യരുത്. കാരണം നമ്മുടെ സഹോദരങ്ങളുടെ ചോര കൊണ്ട് ഉണ്ടാക്കിയ പണമാണ്. അപ്പോൾ നമ്മൾ ഈ പാകിസ്ഥാൻ പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റം നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ GPS, നമ്മൾ GPS കുറിച്ച് പറയുമ്പോൾ ഒറിജിനൽ GPS ഉണ്ടല്ലോ, ഒറിജിനൽ GPS ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്നറിയാമോ, അത് ട്രാക്ക് ചെയ്യപ്പെടും. കാരണം GPS ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം. അതെ, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നുഴഞ്ഞു കയറി എന്ത് പറ്റും, സൈന്യം ഇൻ്റർസെപ്റ്റ് ചെയ്യും. ഇൻ്റർസെപ്റ്റ് ചെയ്താൽ ഉറപ്പാണ് വെടിയുണ്ട വരും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുക, അത് വേണ്ട. കാരണം ഈ തീവ്രവാദികളുടെ കയ്യിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അമേരിക്കൻ നിർമ്മിതമായ തോക്കുകൾ, അമേരിക്കൻ പട്ടാളം പാകിസ്ഥാന് കൊടുത്ത M4 അല്ലേ ഉൾപ്പെടെയുള്ള തോക്കുകളൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. അതുകൂടാതെ ഇവർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് ഫോണുകളാണ്. സാറ്റലൈറ്റ് ഫോണുകൾ വഴിയാകുമ്പോൾ അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൊബൈൽ ടവറുകളിലേക്ക് പോയിട്ടാണല്ലോ ഇപ്പം നമ്മൾ GSM ഫോണുകൾ ഉപയോഗിക്കുക. അപ്പം നമ്മളിപ്പം ഞാൻ സിനുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സിനുവിനെ വിളിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഡയൽ ചെയ്യുമ്പോൾ നേരെ ആ സിഗ്നൽ പോകുന്നത് തൊട്ടടുത്ത ടവറിലേക്കാണ്. ടവറിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് പോകും. സാറ്റലൈറ്റിലേക്ക് പോയിട്ട് സിനു ഇരിക്കുന്ന സ്ഥലത്തെ ടവറിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുമ്പോൾ ഇവിടെ കലൂര ടവറിൽ ഞാൻ വിളിക്കുന്ന സിഗ്നൽ ആദ്യം കലൂരേക്ക് പോയിട്ട് നേരെ സിനുവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. പക്ഷേ ഈ സാറ്റലൈറ്റിൽ പോയിട്ട് സാറ്റലൈറ്റ് വീണ്ടും അത് കലൂര ടവറിലേക്ക് അയക്കുമ്പോഴാണ് സിനുവിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ ഇതിട്ട് ഇൻ്റർസെപ്റ്റ് ഇതിൻ്റെ ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്കിൽ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏത് ടവറിലാണെന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇവിടുന്നാണ്, ഇത് എവിടെയാണ് ചെന്ന് എൻഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഫോൺ അങ്ങനെയല്ല. സാറ്റലൈറ്റ് ഫോണിന് ഇടയ്ക്കുള്ള മീഡിയേറ്റർ ടവറുകൾ വേണ്ട, നേരിട്ട് സാറ്റലൈറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലേ. സാറ്റലൈറ്റ് എന്നിട്ട് ചെയ്യും, നേരെ അത് കിട്ടേണ്ട ആളുടെ ഫോണിലേക്ക് പോകും. അപ്പം നേരിട്ട് സാറ്റലൈറ്റ് ടു റിസീവറാണ്. അപ്പോൾ ഇടനിലക്കാരനില്ല. ഈ ഇടനിലക്കാരനുള്ളത് ഇതിൻ്റെ വേഗത്തെ ബാധിക്കും. പക്ഷേ നമുക്ക് വേഗതയെ ബാധിക്കുന്നതായിട്ടൊന്നും അറിയുന്നില്ല. ഞാൻ സിനുവിനെ വിളിച്ചാൽ അപ്പം തന്നെ സിനുവിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. കാരണം ഇത് വല്ലാത്ത ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഫാസ്റ്റാണ് സാറ്റലൈറ്റ് ഫോൺ. പക്ഷേ അതിൻ്റെ ഗുണം സാറ്റലൈറ്റ് ഇടനിലക്കാരനായിട്ടുള്ള മൊബൈൽ കമ്പനി ഉള്ളതുകൊണ്ട്, മൊബൈൽ ടവറുകൾ ഉള്ളതുകൊണ്ടുള്ള ഗുണം
അത് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ സാറ്റലൈറ്റ് ഫോൺ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ രാജ്യത്ത് സാറ്റലൈറ്റ് ഫോൺ നിരോധിച്ചിരിക്കുകയാണ്. കാരണം അത് ഉപയോഗിക്കുന്ന ആളുകളെ ട്രാക്ക് ചെയ്യാൻ പാടാണ്. കാരണം നേരിട്ട് സാറ്റലൈറ്റുമായിട്ടാണ് കണക്ഷൻ. സാറ്റലൈറ്റിൽ നിന്ന് ഈ സാധനങ്ങൾ ഡീകോഡ് ചെയ്ത് കിട്ടാനൊക്കെയുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്നത് അമേരിക്കൻ സാറ്റലൈറ്റുമായിട്ടാണ്. ഇനി ആ സാറ്റലൈറ്റിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, പക്ഷേ അത് ആര് വിചാരിക്കണം തരണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം. അമേരിക്കൻ സാറ്റലൈറ്റാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് US വിചാരിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ഫോൺ, പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഇന്നിപ്പം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പോലും മോദി പറയുന്നുണ്ട് ഭീകരപ്രവർത്തനം, പഹൽഗാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഭീകരപ്രവർത്തനമാണ് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ സാറ്റലൈറ്റ് ഫോൺ അനുവദിക്കാൻ പറ്റില്ല. ഇതറിയാവുന്ന, അതുകൊണ്ടാണ് സാറ്റലൈറ്റ് ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇടയ്ക്ക് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭീകരവാദികൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെയും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യനെ GPS-നേക്കാൾ വെല്ലുന്ന, GPS-നേക്കാളും ശേഷിയുള്ള, അതിനേക്കാളും അറിവുള്ള, GPS നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് വഴി കൊണ്ട് തോട്ടിലൊക്കെ ചാടിക്കും. ഇതങ്ങനെയൊന്നുമില്ല. ഇയാൾക്ക് കൃത്യമായിട്ടറിയാം, പോയി ഓപ്പറേഷൻ നടത്തി തിരിച്ച് അതേപോലെ കടത്തിവിടാൻ അറിയാമായിരുന്ന ഇയാളാണ് സമീപകാലത്ത് നടന്ന 100ഓളം കാശ്മീരിലെ നുഴഞ്ഞുകയറ്റങ്ങളുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ രക്ഷിതാവ്. അയാളെ ഉന്മൂലനം ചെയ്തതോടുകൂടി ഈ നുഴഞ്ഞുകയറ്റത്തിന് വലിയൊരു പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നു എന്നാണ് സൈന്യം പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.